ഈശോയെ ആരാണ് പന്തം കൊളുത്തി വന്നത്? ചെമ്മാന്തുറന്ന് പൊതച്ചി തള്ളേനെ കൊണ്ടുവരണേണ്. ഓ ദിവാകരന്റെ പെണ്ണ് കടിഞ്ഞുകൊല്ലിരിക്കല്ലേ, പേച്ചു തോ തുടങ്ങിക്കണം. ദിവാകരോ, കടലിൽ നിന്ന് പണിയും കഴിഞ്ഞു വരുമ്പോ കടിഞ്ഞു കൊച്ചിനെ ചെലവേണേ. ഓ കൊറേല് ജനിക്കണ പുത്തൻ കൊച്ചന്റെ ഐശ്വര്യം കോരില് കാണിച്ചായിരുന്നു ഞങ്ങളുടെ ചെലവാണ് കേട്ടാ. പക്ഷെ ദിവാകരന്റെ പെണ്ണ് പെൺകൊച്ചിനെ പറ്റില്ലെങ്കിൽ ദിവാകരന്റെ തള്ളേന്ന് പ്രശ്നം ഉണ്ടാക്കും. ചേറ്റുവായുള്ള മോന്റെ പെണ്ണ് പെൺകൊച്ചിനെ പറ്റില്ലെന്ന് പറഞ്ഞ് പളനിക്ക് പോയി കളഞ്ഞ തള്ളയാണ്. അതെ അതെ, ഇറങ്ങാറ് പിടിച്ച തള്ളയാണ്. എന്നാ പിടിച്ചോ, ദിവാകരന്റെ പെണ്ണ് പെൺകൊച്ചിനെ പറട്ടെ. എന്റെ ചിന്നക്കാല ഭഗവതി, ഒരു പെങ്കൊച്ചിനെ തന്ന കാവില് പൂരത്തിന് താലയെടുപ്പിച്ചേക്കാമേ. ആണായാലും പെണ്ണായാലും കേടുകൂടാണ്ട് കിട്ടാൻ പ്രാർത്ഥിക്കും നിങ്ങള്. നിനക്ക് എന്നെ ദണ്ണ അറിഞ്ഞൂടായിട്ടാ. 2 തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺതരി ഉണ്ടായിട്ടുണ്ടാ. എന്റെ കുഞ്ഞുമോക്ക് വേണ്ടി കരിവിളയും കൺവെഷിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയാമോ? ആൺകുട്ടിയാ. അമ്മ ഇത് എന്ത് വായിച്ചാണ്? നീ മാറാ അങ്ങോട്ട്. ഇനി ഈ കുടുംബത്തിൽ ഞാൻ നിൽക്കില്ല. നിക്കണ്ടെങ്കിൽ നിക്കണ്ട. അല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കണം, അമ്മ ആരോടാണ് ഈ പിണങ്ങി പോണത്? ഒന്നും അറിയാൻ പാടാത്ത കുഞ്ഞിനാടാ അല്ലെങ്കിൽ അതിനെ പറ്റ പെണ്ണിനാടാ? ദൈവം തരുന്നത് കൈനീട്ടി വാങ്ങിക്കാന്നല്ലാതെ നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റും? ഭഗവതി നമ്മളെ ചതച്ചു കളഞ്ഞല്ല ദിവാരാ. ഇങ്ങനെ കൊച്ചുങ്ങളെ പോലെ ആയാലാ? ആൺകുട്ടി എന്ന് പറഞ്ഞ അവൻ കടലമ്മയുടെ മോനല്ലേ? കടലിന്റെ മാറി കിടന്ന് വളർന്ന കടലമ്മയുടെ മോൻ. അപ്പൊ നമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്? അമ്മേ, അമ്മേന്റെ മോനൊന്നും കണ്ടില്ല. എടാ, ഇത് നിന്റെ മുത്തച്ഛിയാ. അമ്മേനൊന്നും നോക്കിയെങ്കിലും ചെയ്യമ്മേ. വേണ്ട, എനിക്ക് കാണണ്ട ആസത്തില്. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടവര്. കടലമ്മ തന്നത് കടലമ്മേനെ എടുത്തോട്ടെ. രാധാ കൃഷ്ണ മുത്തച്ഛിത രാധേ, രാധാ കൃഷ്ണ. എന്താ നോക്കട്ടെ? നോക്കട്ടെ, നോക്കട്ടെ, നോക്കിട്ട് തരാം. തരാല്ലേ പറഞ്ഞു. നീ പെണ്ണുങ്ങളെ പോലെ കണ്ണെഴുതുണ്ട്, ഒട്ടും കുത്തിയുണ്ട്. നിനക്കൊരു കമ്മലും കൂടി വേണ്ട. ഇതാണല്ലേ പറഞ്ഞത്?
അയ്യോ കൊല്ലടാ ഭാസ്കര നീ വെറുതെ കാര്യം കിട്ടിയിടാൻ പറയുന്നട്ടാ. എന്റെ ചെക്കനെ കൈവച്ചിട്ട് ഞാൻ കാര്യം ചാലിയത്ത് നിന്ന് പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ തുണിയില്ലാതെ ഓടിയെന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനൊരു കസവിന്റെ നിറം. എടാ ഒരാഴ്ച കൊണ്ട് വെയില് കൊള്ളിച്ച ടീമീൻ കൊണ്ടുപോയാ പോരായിരുന്ന. ഉണക്കാനായിട്ട് അധികമൊന്നുമില്ല. ഈ ട്രോളർകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിലോടെ ഉള്ളൂ. കൃഷ്ണാപ്പള്ളിക്കാ. നീ എന്നാ അടുത്ത ആഴ്ച കാണാം. ഓ കേട്ടോ ചായ കഴിക്കാനൊന്നും വേണ്ടടാ. ആ രണ്ട് പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കടലിൽ ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത വന്നപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ. ഓ അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ. അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കൊടുത്തിട്ട് പോടാ. താൻ തന്നെ അങ്ങ് കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ദണ്ണം? ഇനി ഇവനെങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണിയിരിക്കണ എന്താ? കാണാരേട്ടാ അവര് വരണുണ്ട്. മീനിനാണെങ്കിൽ ഒരു വിലയില്ല. അവര് കണ്ടു കളിക്കാനാണ് ബാക്കി കിട്ടുവാ.
എടാ അതെ ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ. ഇങ്ങോട്ട് താ കുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങാട്ട് കൊടുക്കുന്നേ, പെൺപിള്ളേര് ദേഹാനെങ്കിൽ ജോലി ചെയ്യട്ട്. കൊണ്ടുയല്ലേ. നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ? ഓ നടുവേദന പറഞ്ഞ് ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്ത ആഴ്ചയെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ ഗുണം പിടിക്കുകയില്ല. ദേ പെങ്കൊച്ചുങ്ങൾ 3 എണ്ണ വളർന്ന് നിക്കണത്. ആ വിചാരം വല്ല ഇതിയാനുണ്ടാ? എന്റെ കാർത്തു, ഞാൻ ചീട്ട് കൈ കൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാം. അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ, നീ അത് കണ്ടായിരുന്ന? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. പിന്നെ വെറുതെ കാർത്തുവിന്റെ വയലിരിക്കണ കേക്കാണ്ട് പണിക്ക് പോകാൻ നോക്കി കാണാരേട്ടാ. ദിവാകരൻ ഉണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാണ്. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാട് ജയിലിലാട്ട് ചെല്ലേ. പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി. ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന. ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ട. പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേൾക്കാനാണ്? അവനെന്താണത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തല്ലേ. ഒരു നല്ല കലാകാരൻ. കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയിൽ വെറുതെ നിന്ന് ചവിട്ടിയാ കാശല്ലേ. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചൊറ്റ നൽകല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളികുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി വാടാ. മാലു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് നീ കിടക്കല്ലേ? ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലടോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ് ഫ്രൂട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയ. ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റോ ചെയ്തോ? തല്ലിയൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയിന്ന് പോകാലോ. നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. എന്താ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അവളൊന്ന് സമാനപ്പെട്ടു വന്നാ നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാം പൂരം. വാടി വാടി ഓടി വാടി.
എന്താണത്? എല്ലാം കൂടി തല്ലി കൊല്ലുക അവനെ. വള്ളത്തേന്ന് എഞ്ചിൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞതിന് അവനെ പിടിച്ച് ക്ലീഡർ എന്തിനാണ്? എഞ്ചിൻ എടുത്താ പോരെ? എഞ്ചിനെ പന്നി എവിടെ കണ്ട് ഒളിപ്പിച്ചങ്ങ് കുമാരേട്ടാ. മിടുക്കനാണല്ല നീ. മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് കാണിക്കണടാ സുപ്ര. നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹ ഒരെണ്ണം ഞാൻ വാങ്ങിത്തന്നു. 2 മാസം നീ കൃത്യമായിട്ട് കാശടച്ച്. ദേ ഇപ്പൊ 4-5 മാസമായിട്ട് കാശും ഇല്ല എഞ്ചിനും ഇല്ല. അത്രയ്ക്ക് മിടുക്ക് ഈ കുമാരനോട് വേണോടാ മോനെ? എന്താടാ തിക്കളിയാവണണ്ടാ? കഴുത്തിലെന്താടാ മിന്നട വളവളപ്പനാ? ഇത് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കിൽ ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്ക്. എന്നാലും ബാലൻസ് നിനക്ക് തരത്തില്ല. അതാ നിനക്കുള്ള ശിക്ഷ. ദേ ഇത് വല്ല മുക്കുപൊണ്ടമാണെങ്കിൽ ഈ കടലിൽ തന്നെ മുക്ക് ഞാൻ. കേട്ടടാ ചെറുകണ്ടത്ത് സുപ്ര. അത് സ്വർണ്ണമാണ്. ആ എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോകാൻ നോക്കടാ. കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹമല്ലേ സുപ്ര? നീ ചെല്ല്, ഞാനിപ്പോ വരാം. മാലു ഞാനും ഉണ്ട്. എന്തായിരുന്നു അവിടെ? ഹേയ് ഒന്നുമില്ല. ആ സുപ്രൻ അവന്റെ സങ്കടം പറയായിരുന്നു. യമഹ ഒരെണ്ണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ. കിട്ടുമ്പോ തന്നാ മതി, ജോലിക്ക് പോകാൻ പറഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഏയ് ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണും ഒക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. കുമാരേട്ടൻ പുതിയ വള്ളം പണിയാൻ പോണെന്ന് കേട്ടില്ല. നേരാ? കാട്ടീന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത്. ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുര കെട്ടണം. മാലുവിന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പൂജ നിശ്ചയിക്കണം. അങ്ങനെ ഒരുപാട് ജോലി കിടക്കുകയാണ്. തുറലിപ്പോ കുമാരേട്ടന്റെ കാശുള്ള പ്രമാണിന്ന് എല്ലാരും പറയണേ. ഏയ് അങ്ങനൊന്നുമില്ല. കടലമ്മ തരണത് കൈനീട്ടി വാങ്ങണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എന്താ? അതെ ടൗണിൽ പോയപ്പോ ചുമ്മാ വാങ്ങിയതാ. കൊള്ളാല്ല. ഇഷ്ടായെങ്കി മാലു എടുത്തോ. കുമാരേട്ടനല്ലേ തരണേ? എനിക്കിങ്ങും വേണ്ട. അച്ഛനറിഞ്ഞ കൊല്ലും. നീ കണ്ണിക്കണ്ട ചെക്കന്മാരോട് വർത്താനം പറഞ്ഞിട്ട് വേഗം വരണണ്ടോ? മണ്ണെണ്ണ തീർന്നാ പിന്നെ വിളക്കത്തിലുണ്ടാവില്ല. നിനക്കെന്താടാ ഇന്ന് ഇത്ര ഗമ? ഇന്ന് ഇത്തിരി ഗമ കൂടുതലാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കൽ ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഒക്കെ പോവാലമാരാ വൃത്തിട്ടോമാര്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. മാലൂട്ടി വാടി അതെ ഒന്ന് കാണണോട്ടാ. ഇപ്പൊ കണ്ടില്ലേ? നീ കാണുമ്പോ കാണാ. കണ്ടിട്ടെന്തിനാ? പണ്ട് കാതു കുത്തിയ പോലെ ഞാൻ മൂക്കുത്താനായിരിക്കും. ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൊള്ളില്ല, വേർപ്പിക്കാനും കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദേവി നാരായണ ലക്ഷ്മി നാരായണ. ദീപം 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 കിട്ടിയ കൊല്ലും ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഈ തറ മാതി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ മുത്തശ്ശിയോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു സുമതി നിങ്ങ വരണുണ്ടോ? പാവാട പൊക്കി പിടിക്കണ്ട. പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുട്ടി അവിടെ പോയി കിടക്കരുത്. വേഗം വാ. എടാ ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില്. ഇത്തിരി നേരം സീരിയൽ കണ്ട് കരയാനാ. പോടി. നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. ഇങ്ങോട്ട് തിങ്ങിരിക്കും. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചയോ? പൂച്ചല്ല പൂജ. ദീപം 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 ദീപം. ദേവി
എന്താണ് കുമാര? ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിന് കൂടി തടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? തടിയെടുത്തു, പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി. അപ്പോ വള്ളങ്ങൾ 6 ആയി അല്ലേ? വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യയും ഒക്കെ വേണം. ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് 120 അച്ചെങ്കിലും വേണ്ടി വരും. 4 പേര് നിന്ന് പണിയട്ടെ, പണി വേഗം തീരും. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ലെന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം. കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം. കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമിറക്കണം. നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമിറക്കിക്കോ, ഒക്കെ നേരെയാവും. ഇനി ആരെങ്കിലും ദേവി രക്ഷിക്കണേ. ഇനി എല്ലാവരും ഇരിക്കട്ടെ ഇവിടെ. മലയോടി ഇരുന്നു. അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരൻ ആത്മഹത്യ ചെയ്തു. ലോറൻസ് എത്തിയല്ല. അല്ല ദിവാകര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. പറഞ്ഞിട്ട് കുറച്ച് പരിപ്പോട് പഞ്ചെടുത്തു. എന്താണ് മക്കളെ, സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ദിവാര ചായ ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ അതങ്ങ് പറ്റില്ല എഴുതിക്കോ. എന്താടി ഇങ്ങനെ അന്തപ്പിട്ട് നോക്കണത്? ലീവാ? കരള മരള അങ്ങനെ ഏതാണ്ടുണ്ടല്ലോ. കിടപ്പ് തീർന്നിട്ട് പോന്ന. അപ്പൊ ഇനി പോവണ്ട. കണാരേട്ടാ, കാത്തു, നമ്മുടെ ആള് വന്നേട്ടാ. ആരാണ് ശാന്തമ്മോ? നമ്മുടെ ആള് ജയിലിൽ ചാടി. എടി പൊട്ടപ്പൊഴുത്തി ചാടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. നിന്റെ മട്ടുഭാവം കണ്ട ഞാനേതാണ്ട് ഗൾഫിൽ നിന്ന് വന്ന പോലെ ഉണ്ടല്ലോ. പരിപ്പോടെയാണ്. അല്ല, ഇതെപ്പോ വന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. പോന്ന് കേറിയാണ്. അതെ എടാ, നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ, ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി. ദിവാകരന്റെ വള്ളത്തെ ഇറങ്ങിയ പിന്നെ നേരെ ചൊവ്വ ഇത് ഞാൻ കടല് കണ്ടിട്ടില്ല. എന്ന് സൂക്കേടാ നിനക്കായിരിക്കും. അതൊക്കെ നമുക്ക് ഇനി ഉഷാറാക്കാല്ലേ കാണാനേട്ടാ. പിന്നെ അവനെവിടെ? രാധ? നിന്റെ കച്ചമാരാ പിന്നെ ആദ്യം പേത്തം കളിക്കാം. അയ്യടാ, മാഷ് കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ കളിച്ചാൽ മതി. വലിയ ആളായി പോയി. രാധയുടെ അച്ഛൻ വന്നു. രാധ വന്നല്ല. വേഗം പാടി. വരികയല്ലേ? ഇവൻ
ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണാ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണതവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിയാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. രാധേ, വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ ഞങ്ങൾ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മിണ്ടില്ലേ ഞാൻ? കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. ആ വാ, പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കേലേ. ഒന്ന് വേഗം ആവട്ടടാ. തുണ മോളിക്ക് നിൽക്കേ. അതങ്ങാട്ട് വലിച്ചു കെട്ടന്റെ പുഷ്കര. കുമാരേട്ടാ, വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്ത് കളഞ്ഞ ആളാ. ഒന്ന് നിന്നേ. തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്. ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവള് ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. മോനോടെ വീട്ടിലുണ്ട്, രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങൾക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ? എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിൽക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കൂ. മോനെ, അന്നൊരു കയ്യബദ്ധം. എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണം പന്നികളെ. ആടായിട്ട് ജനിച്ച മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. അയ്യോ വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പമില്ല. എന്താടോ? ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണ? പോവാസത്തെ, ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിനാ? ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ? ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എന്ത്? രാധേ, പ്രേമാണെങ്കിൽ പ്രേമോന്ന് പറഞ്ഞൂടെ ഈ മൂക്കറഞ്ചിക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കറിച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി, മോൾട്ടി ചെയ്യാലേ ഇന്നോടി. തെങ്ങും പറിച്ചിട്ട് ഓടലട്ടമ്മണി.
എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്നാ? ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷൂ, ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലിനോട് പറയും, പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ല്. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പോൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. തന്തനത്താനാ തനത്തന തന്തനത്താനാ ഉയര ഉയ്യാ. നിക്കടാ അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണാന്ന്. പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. വായി നോക്കിൽ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴിയടക്കാൻ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു ചേരിട്ടോ ഞാൻ. പട്ടികളെ പറ്റിയുള്ള എന്റെ കുഞ്ഞിനെ അനുഭവിക്ക്, അമ്മേ മോനും കൂടി അനുഭവിക്ക്. പെങ്കൊച്ചുകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്തതല്ലേ. ചത്ത് തലക്ക് മുകളിലിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല. ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്തൻ കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാണ്. ഒന്നും മുണ്ടാണ്ടിരി, ചെക്കനപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ചിങ്ങനെ തുണിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാന്ന്. പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോൻ ആൺകുട്ടിയാണെന്ന് ഈ തുറക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കൊച്ചുങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്. എന്ത് പറ്റും? നീ കുറച്ച് മാറി നിൽക്ക്. ഞാൻ മാറി എന്തെങ്ങനെ നോക്കിയിരിക്കണേ? വരണണ്ട നീ. അയ്യോ, പോണ താഴത്തേക്ക് ആയിപ്പോയി.
എന്താ പറ്റിയേ? എന്റെ മോനെ കണ്ട് ഈ തൊറയിലെ പെങ്കുച്ചുങ്ങൾ മോഹിക്കണം. മോനും ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. പട്ടം കീറിപ്പോയി. പട്ടം പറപ്പിക്കാനും പറ്റിയില്ല. പോടുന്ന ഇത് മാലുവിന്റെ മോക്ക മാറും. രാധ എവിടെ? അവിടെ ഇരിപ്പുണ്ട്. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പഠിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലേടാ നമ്മള്. ശരിക്കും തല്ലിയ അവന്മാരെ. തല്ലിയാന്നാ ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടു നിൽക്കണം. എന്നിട്ട് അവന്മാരെ എന്നെ കുനിഞ്ഞു നോക്കട്ടെ ആണാണോ പെണ്ണാണോ എന്ന്. അതൊക്കെ പോട്ടെ, മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവർക്കൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല ഈ തൊറയിൽ ആശ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ടു? തൊങ്കിച്ചാടി കളിച്ചപ്പോ. പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളും കൂടി മാതികൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവർക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്.
എടാ വണ്ടി കയറ്റി കൊണ്ടുപോവാ. അതിൽ ചാള കയറ്റിയാ മതി, ചൊറി പിടിക്കാൻ പോണവനെ. ഭദ്ര പറഞ്ഞ അന്വേഷിച്ചെന്ന്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ? മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം. കുമാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞാ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ? മറുപടി പറയേണ്ടത് നീയല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിന്റെ അഭിപ്രായം? കുമാരൻ നല്ല കാശുള്ള ആളല്ലേ. ഈ തുറയില് സിലിക്കന്റെ കുപ്പായിടുന്നത് അയാൾ മാത്ര. പിന്നെ അയാളുടെ മസിലി കണ്ടോ? നല്ല ചാളത്തടി പോലെ ഇരിക്കും. കാര്യം ആള് വൃത്തികെട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ. എന്താ നിനക്ക് അയാളെ കെട്ടാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താ എന്താ നിന്റെ മുഖം മാറിയേ? ഒന്നുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്, ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള്, എന്നെ ആള് നല്ല പൊന്നു പോലെ നോയിക്കോളും. ഇതിൽ കൂടുതൽ ഒരു തുറയിലെ പെണ്ണിന് എന്താ വേണ്ടേ? ശരിയാ. ശരിയാണോ? ശരിയാണോ? ശരിയാണോടാ? ഞാൻ ആളുടെ കൂടെ പോണോ? കടലിലൊരു പൊടിമീൻ പോലും ഇല്ല, കടല് കരിഞ്ഞു കിടക്കാണ്. ഇന്നത്തെ കാര്യമില്ലടി, ഒരു വള്ളത്തിലും മീനില്ല, എല്ലാവരും മടങ്ങുകയാണ്. പോവാ. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ തുറയില് പട്ടിണിയും തുടങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണം ലക്ഷണവും കാണണില്ല. കടൽ ഒടിഞ്ഞു തന്നെ കിടക്കുവാണ്, ചേറിന്റെ മണം പോലും ഇല്ല. ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട്, അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്ത കറിച്ചട്ടിയിലെ മീൻ പോലും ഓടി ഒളിക്കുന്ന. ഇങ്ങനെ കടൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായ? കടലിൽ നിരക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ? ഓ, അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഏട്ടാ. നീ ഐസ് വെക്കാൻ കടലിൽ പോയിട്ടുണ്ട? ഇല്ലല്ല. എടാ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മണയം വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം. മനസ്സിലായടാ? നിങ്ങ തോറയിലാശാനെ കണ്ട് സങ്കടം പറ. ഒരു വറുതി വരുമ്പോ അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതെ, കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ. പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലോ ഇത്. അതെ. ആശാൻ കടലമ്മയ്ക്ക് ഒരു കല്ലുവിളക്ക് തീർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല. കുഴപ്പങ്ങളാണല്ലോ വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? കടലമ്മ അപശകനം കാണുന്നു. അപശകനം കാണിക്കണ തുറ മുഴുവൻ കടലെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കടല് കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും. അതിനിപ്പ കടലമ്മ എന്താ അപശകനം കണ്ടെന്നാ പറയണത്? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്, ആണും പെണ്ണും കെട്ട രാധ. പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ? ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ? ഇവിടെയും കടലമ്മ കനിയാതെ കീഴടങ്ങി നിൽക്കുക. ഈ കീഴടങ്ങലിൽ മരണമുണ്ട്. ഇത്രയും കാലം അവൻ ഈ തുറയിലുണ്ടായിരുന്നല്ലേ, എന്നിട്ട് ഇപ്പൊ മാത്രം? പ്രായപൂർത്തിയാവുമ്പോഴാണ് സ്ത്രീയാകണതും പുരുഷനാകണതും. ഇത് രണ്ടും അല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല.
പ്രായപൂർത്തിയായി കടലിന്റെ മാറിലാട്ട് ഇറങ്ങേണ്ടവൻ നപുംസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാര കർമ്മങ്ങള്? പരിഹാരങ്ങളുണ്ട്. കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം. അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം. ഇനി എല്ലാവർക്കും പോകാം. ഭയങ്കര കഷ്ടായി. എന്തൊക്കെ ഉണ്ടാവുകയുണ്ടോ? എല്ലാവർക്കും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? മാലു, ഇനി ഈ മുറ്റത്ത് നീ കാലുകുത്തരുത്. ജീവൻ വേണേ പൊയ്ക്കോ, ഈ തുറ വിട്ടു പൊയ്ക്കോ. അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും. ഇതീ കൂടുതൽ ഇനി എന്താടി കേൾക്കേണ്ടത്? കരക്കാര് മുഴുവൻ പറഞ്ഞ കേട്ടില്ലേ? അവൻ കാരനോട് തുറമുടിയണെന്ന് പറയണൊരു പറയട്ടെ. ആർക്കാ പറയാൻ പറ്റാത്തത്? ഇതുവരെ കേൾക്കാത്തൊരു വർത്താനം കൊണ്ട് വന്നിരിക്കണം. കണാരേട്ടാ, കണാരേട്ടനെ അറിഞ്ഞില്ലേ? തുറയില് പുതിയ കണ്ടുപിടുത്തം. ഈ തുറക്കാർക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ച? തുറക്കാരെ പറഞ്ഞിട്ട് എന്തോ കാര്യം? തുറലാശാൻ വെളിപാടായിട്ട് പറഞ്ഞാൽ പിന്നെ അതിനെതിരുണ്ടായിട്ടില്ല. ഓ, തുറലാശാൻ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും വേദവാക്യമാണല്ല. പണ്ട് അങ്ങേരുടെ മെമ്പർ നോക്കി ദീനം വന്ന് കിടന്നപ്പ ചാകൂന്ന് വെളിപാടുണ്ടായില്ലല്ല. കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാന്നായിരുന്നല്ല ഡാക്ടർ പറഞ്ഞത്. ഈ വെളിപാടുണ്ടാകണ കണ്ണന്റെ വെളിപാടുണ്ടായില്ല. അയാള് പണ്ടാരെ തട്ടിപ്പല്ലടോ. വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. കടലിലെ നിയമം അറിയാവുന്ന ആളാണ്. ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യം അങ്ങേർക്കുണ്ട്. അപ്പൊ കണാരേട്ടനെ അത് വിശ്വസിച്ചിരിക്കണ? ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയുവാ. അല്ലേ, അരി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തിയേ? അരി മേടിക്കാൻ ചത്തുപോയതിന്റെ അച്ഛൻ കാശൊന്നുണ്ടാടി. അരി തരേണ്ട കടലിതേ അപ്പുറത്തുണ്ട് എന്ന് ചോദിക്ക്, കൊണ്ട് തരും. വേണ്ടെങ്കി വേണ്ട, എല്ലാരും പട്ടിണി കിടന്ന് ചാകട്ടെ. ചാകട്ടെ. അരി കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട് താത്തി. എത്ര നാളെന്ന് വെച്ചാ കട മേടിക്കണത്? നോക്കി നടക്ക. നിന്നെ നോക്കി നടന്നാ ഞാൻ പാലത്തേന്ന് വീഴും. ഓ, ദേ വരണ് തുറമുടിക്കാൻ ജനിച്ചവൻ. അയലന്തരത്തുകാരെ വെറുപ്പിച്ചിട്ടവൻ വന്നേക്കാണ്. തുറക്കാര് പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കെട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത്? ഓടെ പോയി വല്ല കടലിൽ ചാടി ചാക്. കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവാ. ഒന്ന് വിഷമിച്ച് കഴിയുമ്പോ എല്ലാരും കടലമ്മയെ വിളിക്കുമല്ല. അപ്പൊ ഒരു ചാകര കൊണ്ട് തരികയും ചെയ്യും. ഈ തുറയുന്ന മീനും കൊണ്ട് ഓട്ടം പോകാന്ന് ലോറൻസ് വിചാരിക്കണ്ടാട്ടാ. ലോറി വല്ല മണലടിക്കാൻ പോണേണ് നല്ലത്. ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നെങ്കിൽ ആ എണ്ണം കെട്ടവൻ ഈ തുറയിന്ന് പോണം. ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കനെ കരയെന്ന് ഓടിക്കല്ലേ. വരുത്തന്മാര് വലിയ അഭിപ്രായം പറയണ്ട. കാലങ്ങളായിട്ട് തുറലാശം പറഞ്ഞതാ ഞങ്ങളുടെ ശരി. ആശാൻ ആ ചെക്കനോട് തുറയെന്ന് പോണോന്ന് പറഞ്ഞാ പോണം. ദിവാകരേട്ടൻ ഒരു ചായ. പാലില്ല. കട്ടൻ ചായ മതി. അതെ, ദിവാരനൊന്നും തോന്നരുത്. തുറയിൽ ആശാന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം പോലും കൊടുക്കരുന്ന. താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ച് ഒന്ന് പച്ച പിടിച്ചു വന്നപ്പാ ഈ തുറ തന്നെ മുടിക്കാൻ പോവുകയാണല്ലേ. എന്റെ അച്ഛനൊക്കെ ഒന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം. ഇനി ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പുണ്ടാ? പോയി പെമ്പർനോത്തിയോട് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താനങ്ങ് രക്ഷപ്പെട്ടു.
നിന്റെ പിഴച്ച മോനെ വിളിച്ചോണ്ടി തുറന്നു പോയില്ലെങ്കിൽ രണ്ടിനെയും തല്ലിക്കൊന്ന് കടലെറി ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന് വിലക്ക് ഏൽപ്പിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഇവനീ തോരയുടെ ശാപമല്ലെന്ന് ആശാദൻ എല്ലാവരോടും വിളിച്ചു പറയണം. ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നട? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം. ഇല്ലേ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തും. പിന്നെ മൂന്നാം പക്കം ഇവന്റെ ശവേ നിനക്ക് കിട്ടും. ആണും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ. പൊയ്ക്കോ, ഈ തുറവിട്ട് വേഗം പൊയ്ക്കോ. മാലു, ഞാൻ ഈ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു. നമ്മളെ വേണ്ടാത്ത തുറ നമുക്കും വേണ്ട. വല്ല കാട്ടിലോ മലയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. നീ എന്ത് കിനാവേണ്ടിരിക്കാണ്? വല്ല കെട്ടിപ്പറക്കാണ്ടെങ്കിൽ എടുത്ത് വെക്കടാ. വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം. ഈ തുറ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇല്ലേ? പിന്നെ നീ എന്താണ് ചാകാൻ തീരുമാനിച്ച? അങ്ങനെയാണ് വിധിങ്ങ. അങ്ങനെ എടി ശാന്തം ഇവരെത്ര പ്രാന്ത് പിടിച്ച ഇയാടെ ശവമെ നിന്നെ കൺമുമ്പിട്ട് തല്ലിക്കൊണ്ട കാണാനുള്ള കരുത്തില്ലാത്തോണ്ട് പറയാണ്. ഉള്ള ജീവനെ കൊണ്ട് വേറെ സ്ഥലം വിടാൻ നോക്കാം. ആൺകുട്ടിയല്ലെന്ന് പറഞ്ഞ് ഈ കരയൊന്നും എനിക്ക് വയ്യ. ഞാൻ ആൺകുട്ടിയാണ്. എന്നെ ആര് പറഞ്ഞ്? എന്നിട്ട് നിന്റെ കൂടെ നടക്കുന്ന പെങ്കൊച്ചു പോലും പറഞ്ഞില്ല നീ ആണാണെന്ന്. അവളുടെ പോലും നാവിറങ്ങി പോയല്ല. ആരും പറയണ്ട, ഞാനും കടലിന്റെ മോനാ. എന്താ കടലും വീടേന്ന് മീൻ തരാൻ പറയടാ. നീ ശാപമെല്ലാം തെളിയിക്കാനായിട്ട് വള്ളം നിറച്ച് മീൻ തരാൻ പറ. നിങ്ങൾ വെറുതെ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കണം എന്തിനാ? അവന്റെ തലയിൽ ഇപ്പൊ ഒന്നും കയറൂല. അവൻ വന്നോളും. എടാ, നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. ഞാൻ വരില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ? തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ? നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാൻ. എടാ, തന്തയും തള്ളയും പറഞ്ഞ അനുസരണ വേണം. എന്റെ ഭഗവതി, ഇങ്ങനെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല. കടലമ്മയുടെ കൊട്ടാരത്തിൽ ചെന്ന് എന്തു ചോദിച്ചാലും കടലമ്മ തരും. പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം. മാലു, മാലു, രാധ പൊക്കോ. അച്ഛനെങ്ങാനും കണ്ട ഞാൻ പോവാണ് മാലു. എന്ത് ചോദിച്ചാലും കടലമ്മ തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലമ്മോട് ഒരു ചാകര ചോദിക്കും. വള്ളം നിറയെ മീൻ കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ഈ തുറക്കാരുടെ മുമ്പില് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കും. എനിക്ക് വേണ്ടി ഈ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ നീ ഉണ്ടാവോ മാലു? രാധ പൊക്കോ. ഈ കരയിൽ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പൊക്കോ.
ഒതുങ്ങി ഒന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നടാ. നിനക്കെന്റെ പെണ്ണിനെ വേണോ അല്ലടാ? അടിച്ച് കൊല്ലടാ അവനെ. അല്ലെങ്കിൽ വേണ്ടാത്ത കുരിശൊക്കെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ഒരുത്തൻ കടലിൽ ചാവാൻ കിടക്കണ കണ്ടാ കണ്ടില്ല വെച്ചിട്ട് പോരാൻ പറ്റുമോ റോസി? ജീവൻ രക്ഷിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. അതിനയാളെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നമ്മൾ സമാധാനം പറയണ്ടേ? ഒന്നും സംഭവിക്കില്ലെന്നേ. ബെഞ്ചമിൻ സാഹിബ് ആള് കഞ്ചാവാണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. വീട്ടിലാവുമ്പോ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ ശല്യവും സഹിക്കണ്ടല്ലോ. പണ്ടിതുപോലെ കൊച്ചിയിൽ ചരക്കിറക്കിയിട്ട് വരുമ്പോ പാവം തോന്നിയിട്ട് ഒരുത്തിന് കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ. സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് നിർത്തിയതാ. അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് പൂട്ടിച്ചു. ഇപ്പൊ അവനാ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു. ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം. എല്ലാവരും ക്ലീറ്റസിനെ പോലെ ആവില്ലല്ലോ. എന്തായാലും ശരി, ബോധം വന്നു കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ. കടലമ്മ? അതെ, കടലമ്മയാണ്. എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? തരാലോ, എന്റെ മോനെ വള്ളം നിറയെ മീൻ തരാം. അയില വേണോ മത്തി വേണോ? രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? ഇങ്ങോട്ട് വേണം മത്തിയുടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകനി ഞാനാ. ദേ പാല് കണ്ടില്ലേ? കാവിലമ്മേ കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാമേ, അവിടെ എങ്ങനെ ഇറങ്ങിയിരുന്നേ? പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസരാ. അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. നീ ഏതാ? എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. കൃഷ്ണനെ എന്തിനാ അവര് ഉപദ്രവിച്ചത്?
അവിടെ ആരുമില്ല. ഞാൻ ശാപമാണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോണ്ട. ബെസ്റ്റ് അനുഭവിച്ചോ? റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ, നീ ഒന്നും കേട്ട് കാര്യാക്കണ്ട. കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ? പാവം, എന്തായാലും കുറച്ചു ദിവസം കൂടെ നിൽക്കട്ടെ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ പൊന്നാങ്ങളേക്ക് സഹതാപത്തിരി കൂടുതലാണല്ലോ. എന്റെ കർത്താവേ, കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ. അവന് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൈ കാശുണ്ടേ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുക്ക്. എന്റെ അടുത്ത് ഏതായാലും പൈസ ഒന്നുമില്ല. നിനക്ക് വിഷമാവില്ലെങ്കിൽ നമ്മുടെ ജോൺഫിയുടെ ഡ്രസ് അവന് കൊടുത്താലോ? കൂടപ്പുറപ്പുറത്തിനെ കടൽ കൊണ്ടുപോയപ്പോ നമ്മൾ ഒരുപാട് കരഞ്ഞല്ലേ? ആ കരച്ചില് കടല് കേട്ട് കാണും. നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കടല് തന്നവന്. ജോൺഫിയുടെ അതേ പ്രായം, എവിടെയൊക്കെ അവന്റെ ഛായ. ഫ്രെഡിക്ക് കിറുക്ക, എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ജോൺഫി നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. ഇയാൾ ഒരുമാതിരി ഫീമെയിൽ ബിഹേവിയറും സംസാരവും. ആ യൂസ്ലെസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിട് പ്ലീസ്. വക്കീൽ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ക്ലീറ്റസുമായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു. ഇനി പഴയതിലും ഗംഭീരമായിട്ട് റെസ്റ്റോറന്റ് എടുത്ത് ക്ലീറ്റസിനെ നമുക്കൊന്ന് ഞെട്ടിക്കണം. ഏതായാലും ഫ്രെഡിയുടെ സമയദോഷമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. Hey, how is your food? Very nice. Bamboleo, bamboleo. Motitita choba prete venida así. Bamboleo. Yeah, okay, done. Have you been? Thank you. Hi. തക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയത്. എല്ലാ ഹോട്ടലും നല്ല കാഴ്ച. എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പേത്തുണ്ടായിട്ടില്ല. Really? Bah, enjoy. रोसी, आज खाना ज्यादा बनाओ. जो बनाया पूरा यही लेके आओ. Done. ഇനിയന്മാര് നല്ല കാശായിരിക്കും. ഉള്ള വേണം തിന്നും കുടിച്ചാൽ കളയും. ടൂറിസ്റ്റുകളുടെ സീസൺ കഴിയുമ്പോഴേക്കും ബോട്ടുകാരൻ വള്ളക്കാരൻ സീസൺ. ഫ്രെഡിയുടെ ടൈം ബെസ്റ്റ് ടൈം. നീ കിച്ചണിൽ ചെന്ന് കാര്യങ്ങളൊന്നും ഉഷാറാക്കാൻ പറ്റും. Anyone beer? Beer? Okay. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ, പക്ഷേ പെങ്ങളത്ര പോരാട്ടോ. റോസിയെ ഓ, ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. ജൽദി കരോ സന്ദീപ്. ഈ ചെമ്മീനില് പെണ്ണുങ്ങളില്ലേ, എല്ലാത്തിനും മീശ ഉണ്ടല്ലോ. ചട്ടത്തും കിടന്ന് ബലം പിടിക്കുക വളഞ്ഞൂത്തി. ഇത് കിള്ളിയിട്ടും തീരല്ലല്ലോ ഈശ്വര. തന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കരയിലെ ആണുങ്ങൾ ചെയ്യണത് ചീട്ടുകളെയും വെള്ളമൊടിക്കുക. അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം. താനൊന്ന് പുറത്തേക്ക് വന്നേ. താൻ ഈ വിറകൊക്കെ ഒന്ന് കീറിട്ടെ. എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോവും. അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. ഇത്രയുള്ളോ? ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാനല്ലോ. അവിടെ ഇരിക്കു പറകെ. ശില്പ ഇതാടോ. എനിക്ക് കണ്ണാണ്, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ. ഫ്രെഡി, അവനെ ഇന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു. ലക്ഷണം കെട്ടവന് അവനോ? അവൻ നല്ല ഐശ്വര്യമുള്ളവനടി. നീ ശ്രദ്ധിച്ചോ? അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കേസ് ജയിച്ചു. ഈ റെസ്റ്റോറന്റ് നമ്മുടെ സ്വന്തമായി. ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത. അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യമടി അവൻ. പുണ്യം. ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ച വരെ സമയം എടുക്കുന്ന കേട്ടത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക്
മരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ട്. ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കരുകയും ചെയ്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? അവരെ കറണ്ടുപോയി, അത്ര തന്നെ. എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ? സ്രാവ് വിഴുങ്ങിക്കണം. ഇര കിട്ടാതെ വിശന്ന് കിടക്കുന്ന സ്രാവിന് കിളുന്ന് പയ്യനെ കിട്ടിയാ വെറുതെ വിടുവോ? മന വേണം നടിച്ചു കാണും. ഇനി കുറച്ചു കാലത്ത് സ്രാവ് കറി കൂട്ടാനും പറ്റൂല. ആ എല്ലാരും കൂടി ഒരു പാവൻ ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. പോയപ്പോ ആർക്ക് പോയി? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി. എന്നാലെന്ത് വേണ്ട, ദിവാരനും ഭാര്യയ്ക്കും അഭിമാനിക്കല്ലോ. അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങിപ്പോയ മഹാനല്ലേ മഹാൻ. അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ പൂമാലിട്ട് വെക്കും. ആ അവനിപ്പൊ പരലോകത്ത് നൃത്തം ചെയ്ത് രംഭ തിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും. പാവം ദിവാകരായിട്ട് ആകെ തകർന്നു പോയി. രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു. ആ കണ്ണ് നിറയുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോന്റെ അടിയന്തരം വിളിക്കാമെന്നാണ്. കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാണ്ടാണ് അവൻ പോയത്. എന്നാലും അവന്റെ പേരിൽ ഒരു പിടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക്? അത്രക്ക് സ്നേഹിച്ചതല്ല അവര്. ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടല് കനിഞ്ഞ കരക്കാരുടെയൊക്കെ പട്ടിണി മാറിയ. എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ. വരണം, എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും വരണം. കരക്കാര് പറഞ്ഞ കേട്ടപ്പോ ഞാനും അറിയാതെ വിശ്വസിച്ചു പോയി. ദിവാര, നീ എന്നോട് പൊറുക്കണം. ഇനിയിപ്പോ തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ല. മാലുവിന്റെ കാര്യത്തില് ഒരു തീരുമാനം? അവക്കടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കിടകം ഒന്ന് കഴിയട്ടെ. എന്റെ ദൈവങ്ങളെ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേക്കില്ല. അത്രയ്ക്ക് ദ്രോഹ എന്റെ രാധയുടെ അച്ഛൻ കാട്ടിയത്. രാധ ഈ തൊറയുടെ ശാപമല്ലെന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞാൻ ഈ കരക്കാരോട് വിളിച്ച് പറയേണ്ടിരുന്നത് അച്ഛൻ രാധയെ കൊന്നാളെന്ന് പറഞ്ഞോണ്ട് മാത്രം. ഞാൻ കാരണം എന്റെ രാധയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഏതെങ്കിലും നാട്ടില് രാധ ജീവിച്ചിരിക്കണ്ടെന്ന് കേട്ടാ മതി എനിക്ക്. ഈ കരക്കാരുടെ നാവിന്നൊന്നും നീ കേൾക്കണില്ലേ? അവൻ കടലിലാട്ട് ഇറങ്ങിച്ചെന്നപ്പോ കടല് തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവന്റെ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളാ ഇപ്പൊ നടന്നത്. ഇനി അവൻ തിരിച്ചു വരികയില്ല. വരും, എന്റെ രാധ തിരിച്ചു വരും. രാധ ഒരിക്കലും കടല് കൊണ്ടുപോകില്ല. കരഞ്ഞുകൊണ്ട് കാത്തിരുന്ന കടലമ്മ കരയിലേക്ക് തിരിച്ചയക്കും. എന്റെ രാധ മരിച്ചിട്ടില്ല. മറ്റേതോ നാട്ടില് നല്ലൊരാണായി തന്നെ എന്റെ രാധ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഇതെന്നെക്കാ ചേരുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക. പേനിരിക്കുന്ന മുഖത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ. പേൻ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു? ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടായത്.
ആദത്തിന് പർദീസ നഷ്ടപ്പെടാൻ കാരണമായതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിൽ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രിയിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിനെന്ന പാമ്പിന്റെ നിറകുന്തലിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുനാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്റെ തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്. അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയെ മുണ്ടോട്ട് നടക്കണു വൃത്തികേട്ടാ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ട് എടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ? അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തതിനെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ. ഒന്ന് വേഗം വാ റോസി. ഇത് പിടിച്ചേ. ഈ പണ്ടാര ഏത് സമയത്ത് ഇങ്ങനെ ഉരുവിരി പോവാ? ഈ ജോൺഫിക്ക് എന്നെക്കാളും കൂടുതൽ ഹൗസിംഗ് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ട് വേഗം വന്നേ. ഈ പാന്റ് വെട്ടി തെച്ചതിന്റെ ഭംഗി പോവും. ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് ആലോചിക്കാം. ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കനെ കാട്ടിച്ച് കയറ്റണ്ട്. ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്ന് പറഞ്ഞാൽ ശരിയാണോ റോസി? റോസി, ഞാനൊരു കാര്യം ചോദിച്ചാൽ റോസിക്ക് വിഷമം തോന്നുന്നു. എന്താ? ഈ ജോൺഫി എങ്ങനെ മരിച്ചേ? എന്നോട് പറയാൻ പറ്റണ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വിശാഖപട്ടണത്ത് നിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവ മുങ്ങിയതാ. അമ്മമ്മയ്ക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. ജോൺഫി പോയ ശേഷം അമ്മമ്മയ്ക്ക് അസുഖം തുടങ്ങിയത്. ഏതാടി ഈ കൂതി കുണിക്ക് പക്ഷി? നിന്റെ ഭർത്താവാ? ഞാൻ ഭർത്താവൊന്നുമല്ല, ബ്രദറാ. ബ്രദറോ? എന്റെ അറിവില് ഫ്രെഡിയും കടലിൽ പോയി ചത്ത ജോൺഫിയും മാത്രമേ അവൾക്ക് ബ്രദേഴ്സ് ആയിട്ടുള്ളൂ. പിന്നെ നീ ഏതാ? വേറൊരു ബ്രദർ? ഞാൻ വരുത്തം ബ്രദറാ. ക്ലീറ്റസ് വഴിന്ന് മാറ്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? നിന്റെ ഫ്രെഡി വിളിക്കോ? എന്നാ വിളിക്കടി. കേസ് ജയിച്ചെന്ന് കരുതി സമാധാനമായിട്ട് ആ റെസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട. എന്നാലും റോസിയുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ആ ക്ലീറ്റസിന്റെ കാരണം പൊകഞ്ഞു പോയി. എന്നാലും കൃഷ്ണൻ ഒരു ആൺകുട്ടിയല്ലേ? അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിയും ജോൺഫിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ. പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തളർന്നു പോയി. റോസി, ആണുങ്ങളായ ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ഞാൻ അത്ര പാവമൊന്നുമല്ല. എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പിന്നെ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് റോസി. ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുഖം കഴുകുന്നേ. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ. ഇനി എന്നെങ്കിലും ഒരു ദിവസം അമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടവന്മാര്. ഈശ്വര, എത്രയും പെട്ടെന്ന് വന്നോ? ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ? പേടിക്കണ്ട. പെണ്ണുങ്ങൾ ഉപദ്രവിച്ചാ ക്ലീറ്റസ് അവരെ തിരിച്ചു ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. നമുക്ക് സ്നേഹിക്കാം. മിസ്റ്റർ,
നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത്. എന്റെ കരയില് 2 എണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലേടോ. ഇനിയും എന്നെ കൊണ്ടായി ചെയ്യിക്കരുത്. മര്യാദക്ക് പോണതാ നല്ലത്. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ കാണോടെ നിനക്ക്? ഒരു സൂത്രമുണ്ട്. റോസി ഇവിടെ കയറിക്കോ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. റോസി തുടരെ സമ്മതിക്കില്ല. അകത്തേക്ക് വിടില്ല ഞാൻ. മാറി നിൽക്കടാ. അവള് രക്ഷപ്പെട്ടു. പടാ എണീറ്റ് പോടാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അമ്മേ, അടിയേക്കാളും വലിയ ചൂടാണല്ലോ അത്. എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം. നീ ഷർട്ടൊന്നും മാറ്റിക്കേ. അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കാണണ്ട. ഷർട്ട് പൊക്കാണ് എങ്ങനെയാ ചൂട് വെക്കുന്നത്? അവരിടിച്ചത് ഷർട്ട് പൊക്കിയിട്ടല്ലോ. പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തുന്നടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? പിന്നെ താഴെ നിർത്തിയാൽ ഒരുപാട് ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കിയല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടല്ലോ. കൈ മാത്രം അവര് വെറുതെ വിട്ടതാ. ഇപ്പൊ അതും പുള്ളി. എന്നാ പിന്നെ തലക്കൂടെ ഒഴിക്കായിരുന്നില്ലേ? നിന്റെ കരയിൽ 2 പേരെ നീ തല്ലിക്കൊന്നത് വീമ്പളിക്കുന്ന കേട്ടല്ലോ. പിന്നെന്താ അവരുടെ നേരെ നിന്റെ കൈ പൊങ്ങാഞ്ഞ്? വീമ്പളിക്കൊന്നുമല്ല. 2 പേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ. ഒരു ഓന്തിനെയും ഒരു തൊരപ്പനെയും. എന്താ അതും ജീവികളല്ലേ? നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. പേടിത്തൊണ്ടൻ. അവൻ ഹാർബറിലുണ്ടാവും. കൈയോടെ തന്നെ കണക്കെടുത്തിട്ട് ബാക്കി കാര്യം. അയ്യോ വേണ്ട ഫ്രെഡി. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. ഏത് കരയെ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ. അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ്. രണ്ടിലും കായണ്ട് ക്ലീൻ ഉണ്ട്. ഇതൊക്കെ കണ്ണടച്ചാലേ അവൻ ഇനിയും തലേ കയറും. അവൻ അടിച്ചു തന്നെയാണെങ്കിലും കൊണ്ടെനിക്കാടാ. വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി. കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി. ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല. ദേ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ. അല്ല പിന്നെ ഇവൻ എന്താ തലക്കടി കൊണ്ട് പ്രാന്തായോ? ഇങ്ങനെ ഒരു മണഗുണാക്ഷം നമ്മുടെ ഇടയിൽ ഒന്ന് പെട്ടല്ലോ. ഓ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ എല്ലാരും എവിടെയായിരുന്നു? അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ. ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട. ചേട്ടന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ലപ്പോ കീരിയും പാമ്പ് വരും നിങ്ങളിപ്പോ ഒന്നായ. എന്നാ ഇവനെ ബ്രദറായിട്ട് അങ്ങ് ദത്തെടുത്തു. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്റെ ജോൺഫി തന്നെയാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി കൊസുമാനി. എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാട്ടിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം. എന്നിട്ട് പറ എനിക്ക് പൗരുഷമുണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഇവനെ ഞാൻ നിങ്ങളവിടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ ഗെറ്റപ്പൊക്കെ മാറി ഒന്ന് കുട്ടപ്പനായിട്ടുണ്ടല്ലോടാ. റോസി പറഞ്ഞിട്ടാ
ചത്തുപോയതിന്റെ അവതാരണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് നീ എന്താടാ വല്ലതും ഒപ്പിക്കുന്നുണ്ടാ? ഉണ്ടെങ്കി പറയടാ. റോസി അവള് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ്സാ. അതെ, നീയൊന്നും മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്നാ നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം. എന്തേ, ഒപ്പിച്ചേരാൻ പറ്റുമോ? എന്റെ ജോൺഫി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്ക. അടിക്കാൻ Hey! Hey! Come on, come on! Yeah, come on, man! പോയടിക്കടാ, നിന്റെ കാളിയമർദ്ദൻ അവന്റെ നെഞ്ഞത്ത് കളിക്ക്. ചെല്ല്. Thank you. നീ പുറത്തുനിന്ന് ഒരു ഗോൾ അടിക്കണ്ട, അവര് കളിക്കട്ടെ. അവനകത്തുണ്ടാവും, തീരെ നോക്ക്. നിക്കടാ അവിടെ. തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ. കൊറേ യൂതന്മാര് ഇറങ്ങിയിരിക്കണു. നിന്നെയൊക്കെ മുൾക്കീടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. നിങ്ങളൊക്കെ കൂടി കുറിച്ച് തറച്ച് കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഭ്രാന്താശുപത്രിയാ. വിട്ടു അവനോട് ഇല്ല സർ. ആ ക്ലീറ്റസിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവനെങ്ങാനും കാഞ്ഞു പോയ മർഡർ കേസാ. നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ. എന്നിട്ട് അവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം. ഇവനിതോടെ ഞാനിവിടെ ഉണ്ട്. ക്ലീറ്റസിന്റെ ആൾക്കാർ പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം. പോലീസിന്റെ കൈ കിട്ടി അവർ തന്നെ ബാക്കി വെക്കില്ല. ഇപ്പൊ പിടികൊടുക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കൃഷ്ണനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. നീ പൊടി പൊട്ടിക്കാളി. ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത്. ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. ക്ലീറ്റസിന്റെ അവസ്ഥ ഒന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം. അതുവരെ കൃഷ്ണ എവിടേക്കെങ്കിലും ഒന്ന് മാറിയെന്നേ പറ്റൂ.
ലിഫ്റ്റ് ഹലോ ലിഫ്റ്റ് ഹലോ വിശാഖപട്ടണത്തൊരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട്. അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി, ബാക്കി അവൻ നോക്കിക്കോളൂ. എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോ. ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട്, മംഗലാപുരം വരെ അതി പോവാം. ശരി പോയിട്ടോ. ലോറൻസേ, എടോ ഞാൻ രാധയാ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഡെഡ് ബോഡി അല്ല. നീ മരിച്ചു പോയെന്ന് എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കണത് പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തേൽ ചോരപ്പാട് കൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു. മൂന്നാം പക്കം തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാകരന് ശാന്തമേ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു മോനെ. അവസാനം സ്രാവ് കൊണ്ടുപോയി കാണുന്ന എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച്. ജീവിച്ചിരുന്നിട്ടും നീ എന്താ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞേ? എനിക്കവിടെ ആരോ ഉള്ളത്? ഞാൻ ശാപമെന്ന് വിശ്വസിക്കുന്ന കരക്കാരും എന്നെ തള്ളി പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും. ഞാൻ ആണും പെണ്ണും കിട്ടവനെന്ന് തുറക്കാരി പറഞ്ഞപ്പോ നാവനക്കഥ മാറിയെന്ന് മാലുവോ? എനിക്കവിടെ ആരുമില്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ച ഓർമ്മയുണ്ടോ? സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു. ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ചനാ. തുറയില് പണിയൊന്നും ഇല്ലാണ്ടായപ്പോ മരുമോന്റെ കൂടെ ലോറിയിൽ കയറിയതാ. സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞ നിന്നെ കൊന്നുകളയുന്ന തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അവളൊന്നും മിണ്ടാതെ നിന്നെ. നീ മരിച്ചു എന്ന് കരക്കാര് മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാല് മാത്രം അത് വിശ്വസിച്ചില്ല. നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവള് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ തൊറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. കുമാരേട്ടന് കോളടിച്ചല്ലാട്ട് വേഗം കൊടുക്കടോ. വന്നാട്ടെ വന്നാട്ടെ, ഞാനകത്താട്ടൊന്ന് പോയിട്ട് വരാം. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഈ തുറക്കാരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? എന്റെ സമ്മതമില്ലാണ്ട് നിശ്ചയിക്കണ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. നീ പിന്നെ ആരെ അടി കാത്തിരിക്കണേ? ചത്ത് കടലെടുത്തു പോയ ആണും പെണ്ണും കെട്ട അവനെയാ. എടി, അവൻ തിരിച്ചു വരില്ലെന്ന് 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഒന്നുകളയും ഞാൻ. അവൻ കടലമ്മയുടെ കൊട്ടാരത്തിൽ സുഖവാസത്തിന് പോയതല്ല, ഒന്ന് കടലിലെറിഞ്ഞതാ. അതവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ശ്രീവാളിൽ നിന്ന് ചാടി മാലു ആത്മഹത്യക്ക് ശ്രമിച്ചു. പിറ്റേന്ന് ആ കരയാകെ ഞെട്ടണ വാർത്തയായിട്ടാണ് പരദൂഷണം അറിയതെത്തിയത്.
അറിഞ്ഞില്ല ആശുപത്രിയിലെ വിശേഷം. തൊറയിലാശാന്റെ മോള് പിഴച്ചുപോയി. അവക്ക് വയറ്റിലുണ്ടെന്ന്. ഈശ്വര, കുമാരേട്ടൻ പുറകെ നടന്ന് പണി പറ്റിച്ചെടുത്ത. കുമാരനല്ല ആള്. അവള് നമ്മുടെ രാധയുടെ പേരാ പറഞ്ഞത്. മാലുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ച അവളെ സ്വീകരിച്ചോളാന്ന് കുമാരൻ സമ്മതിച്ച് അവരതിനുള്ള ശ്രമം തുടങ്ങി. അന്ന് അവളൊരു ഭ്രാന്തിയെ പോലെ ബഹളം ഉണ്ടാക്കി. എന്താ കൊച്ചേ ഇത്? വേണ്ട, അടുത്ത് വരരുത്. എന്താ ഇത്? ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ആണും പെണ്ണും കെട്ടവനെന്ന് പറഞ്ഞ പാവത്തിന് എല്ലാരും കൂടി കൊന്നളഞ്ഞില്ലേ? എന്റെ രാധ ആൺകുട്ടിയാ. അതിന് തെളിവായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തും. അതിന് തടസ്സം നിന്നാ ഞാനും ഈ കടലിൽ ചടിച്ചാവും. ഓർത്തോ? ഇറങ്ങി വാടോ. താനെന്റെ മോനെ കൊല്ലാക്കൊല ചെയ്ത് പോരാഞ്ഞിട്ട് ഇപ്പൊ അവന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാണോ? ഞങ്ങൾക്കൊക്കെ ജീവനുള്ളപ്പോ പറ്റിയാലോ? എല്ലാരെയും എല്ലാ കാലവും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഒരു തുറയിലാശാൻ വന്നേക്കണ്. എന്റെ മോനാണല്ലെന്ന് പറഞ്ഞ് തനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. തന്റെ ഒടുക്കത്തെ ഒരു പ്രവചനം. ഇനി ഞങ്ങളുടെ മോനെ തിരിച്ചു തരാൻ തനിക്ക് സാധിക്കോ? ഇയാളെയാണ് നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടത്. ഉള്ള ശകുനി തുറയിലാശാൻ. ഈ മുറ്റത്ത് വന്ന് ബേളം വെക്കാൻ നിങ്ങൾക്കൊക്കെ എന്നാ ധൈര്യം വന്നത്? മര്യാദക്ക് പോയില്ലെങ്കിൽ കുമാരന്റെ തനി സ്വഭാവം അറിയുമേ. നാണം കെട്ടവന്. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ വയറ്റിലുള്ള ഒരു പെണ്ണിന്റെ പുറകെ നീ പിന്നെ നടക്കണത്? നിങ്ങളുടെ മോനെ ഒഴിവാക്കാമെങ്കിൽ വയറ്റിലുള്ളവന്റെ കൊച്ചിനെ ഒഴിവാക്കാനും കുമാരൻ അറിയാം. അതിന് അവളൊന്ന് കാല് തെറ്റി വീണാ മതി. നിന്റെ മോനെ പോലെ തന്നെ അതി ഭൂലോകം കാണുകയല്ലേ. നിന്റെ അച്ഛൻ തീർന്നത് അബദ്ധത്തിലാണെങ്കിൽ ഇത് അറിഞ്ഞോണ്ട് തീർക്കുക. അതോടെ കുമാരന്റെ മനസ്സിൽ പക വർദ്ധിച്ചു. പിറ്റേന്ന് രാത്രി തീ വെച്ചത് ആരാണെന്ന് കണ്ടില്ലെങ്കിലും അത് കുമാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങള് കരക്കാരെല്ലാം കൂടെ ഒപ്പിട്ട് പോലീസിൽ പരാതി കൊടുത്തു. കുമാരനെ പോലീസ് അറസ്റ്റും ചെയ്തു. എന്റെ അച്ഛനും അമ്മയും പോയതോടെ ഞങ്ങൾ ഓടുന്ന താമസം മാറ്റി. കുമാരൻ ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും ആ നാണം കെട്ടവൻ ഇപ്പോഴും മാലുവിനെ വേണം. തൊറയിലാശാനാണ് തളർന്ന് കിടപ്പില്ല. ആരും തുണയില്ലാത്ത ഒരു പെണ്ണ്. അവക്ക് എത്ര കാലം കുമാരനെ എതിർത്ത് നിൽക്കാൻ പറ്റും? എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുമാരൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും. അങ്ങനെ സംഭവിച്ചാ പിന്നെ മാലുവും ജീവിച്ചിരിക്കില്ല. കഴിക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഈ കിടപ്പേന്ന് ഇനി എഴുന്നേക്കില്ല കുമാര. ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ?
ഇതാരാണ് വന്നേക്കണത്? നീ ജീവനോടെ തിരിച്ചു വന്നേക്കണെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങാട് വിശ്വാസം വന്നില്ല. ആന്റും കളസമൊക്കെ ഇട്ട് നീ ആളാകെ മാറിയല്ല. എന്താണ് ഇപ്പൊ എഴുന്നള്ളിയേ? അച്ഛന്റെ അമ്മയുടെ ചാരം വരാനാണ്? എവിടെ പോണ് നീ? മാലുവിനെ കാണാനാ? നിന്നെ കടലിലെറിഞ്ഞതും നിന്റെ തന്തയും തള്ളയും തീർത്തും അവക്ക് വേണ്ടിയാ. അവൾ ഇനി നിന്നെ കാണാൻ പാടില്ല. തിരിച്ചു പൊക്കോ. ഈ തുറയുടെ ശാപം നീയാ ഈ തുറ വിട്ട് പോണ്ടത്. ഈ ലോകത്ത് എനിക്ക് ഇനി ആകെ ബാക്കിയുള്ളത് മാലുവാ. അവൾ എനിക്ക് വേണം. നിനക്ക് അവളെ കിട്ടണമെങ്കിൽ നീ എന്നെ കൊല്ലണം.
എനിക്ക് നിന്നെ കൊല്ലാൻ വയ്യ. നിന്നെ കൊന്ന് ജയിലിൽ പോലെ എനിക്ക് വയ്യ. എനിക്ക് ജീവിക്കണം. എന്റെ ബാലുവിന്റെ കുഞ്ഞിന്റെ കൂടെ ഈ തുറയെ തന്നെ എനിക്ക് ജീവിക്കണം. പൊയ്ക്കോ, ഈ തുറ വിട്ട് നീ എവിടേക്കെങ്കിലും പൊയ്ക്കോ. ഈ കരക്കാരെ നീ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഈ തുറയിലെങ്ങ നീ കാലുകുത്തിയ ഏപ്പൊട്ടിയെ തല്ലി കൊല്ല വരുന്നത് നിങ്ങൾ കൊല്ലും. ഇവനെ ആൺകുട്ടിയായിട്ട് വളർത്തിയാൽ മതി. ഒരു വാരി വാരി വെച്ചുമ്പോ